ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ്. സാധാരണ നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന അതേ നുറുക്ക് ഗോതമ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സപ്ലൈകോയിലൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് ഇതുപോലെ ഓരോ ഗോതമ്പും 2 പീസായിട്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇച്ചിരി വലിയ അളവിലുള്ള ഗോതമ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും ചെറുതായിട്ട് കുറച്ചുകൂടി പൊടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇച്ചിരി വലിപ്പമുള്ള നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ്. ഈ നുറുക്ക് ഗോതമ്പിൽ അത്യാവശ്യം പൊടിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കണം. 1-2 തവണ നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. നമ്മളെ കഴുകിയെടുക്കുമ്പോൾ ഇതുപോലെ ഇത്രയും പൊടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളവും മാറ്റിയിട്ട് ഒരു തവണയും കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്തപ്പോഴത്തേക്കും അതിലെ പൊടിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒന്ന് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉപ്പുമാവ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെ അരിപ്പയിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കടായി ഞാനിപ്പോൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിലെ കടുക് കൂടിയാണ്. അപ്പോൾ അത് ചേർക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. എപ്പോഴും നമ്മുടെ ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ചെറിയ ജീരകമാണ്. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം തൂരപ്പരിപ്പ് കൂടിയാണ്. 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ തൂരപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. നമുക്കിതിലേക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല, ഇഞ്ചി മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടണം. അതുപോലെ തന്നെ നമ്മളിലേക്ക് ചേർത്ത് കൊടുത്ത പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. ആ ഒരു രീതിയിൽ ഒരല്പസമയം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. ചെറിയ രീതിയിൽ ഇതെല്ലാം ഒന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ ഇഞ്ചിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടിയാണ്. നമ്മളിതിലേക്ക് വേറെ എരിവിന് വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 2 പച്ചമുളക് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു ചെറിയ സവാള, വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ചേർക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റും കൂടിയാണ്. എപ്പോഴും ഉപ്പുമാവിന് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വലിയ ക്യാരറ്റിൽ 1 ക്യാരറ്റ്. ഒരു 4 ബീൻസ് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, അതും ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം പച്ചപ്പട്ടാണിയും കൂടി ചേർക്കുകയാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർത്തെടുത്ത പച്ചപ്പട്ടാണിയാണ്. ഡ്രൈ പട്ടാണിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് ഒരുപാട് സമയം കുതിർക്കേണ്ടി വരും. അതിൻ്റെ പേരിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പച്ചക്കറി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് കപ്പിലാണോ നുറുക്ക് ഗോതമ്പ് അളന്നെടുത്തത് ആ 1 കപ്പിന് 2.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ വെള്ളം വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇച്ചിരി വലിയ സൈസാണെന്നുണ്ടെങ്കിൽ മാത്രം
2.5 കപ്പ് അളവിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതിയാവും. തീരെ പൊടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് തന്നെ ധാരാളമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.5 കപ്പ് അളവിലാണ് ചേർക്കുന്നത്. ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ കൂടിയാണ്, ചിരകിയ തേങ്ങ. അപ്പോൾ ഈ തേങ്ങ നമുക്ക് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ തേങ്ങയിലുള്ള പാലൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. തേങ്ങ കൂടുതൽ ചേർക്കും തോറും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഉപ്പ് നിൽക്കണം. അതായത് നമ്മളിങ്ങനെ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് കൂടുതലായിട്ട് തോന്നണം. കാരണം നമ്മുടെ പച്ചക്കറിയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരണം. അതുപോലെ തന്നെ നമ്മുടെ നുറുക്ക് ഗോതമ്പിലൊക്കെ ഉപ്പ് പിടിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വെള്ളമെല്ലാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരികയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഇതുപോലെ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും കൂടിയാണ്. ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇരുമ്പ് കടായിയോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിലോ അലുമിനിയത്തിനുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് വറ്റി കിട്ടും. പക്ഷേ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വേഗില്ല. അതിൻ്റെ പേരിൽ ഫ്ലെയിം ഹൈയിൽ നിന്നും ഒരല്പം കുറച്ച് വേണം വെക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കാര്യം കഴിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ഉപ്പുമാവിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഉപ്പുമാവൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് പായസം തയ്യാറാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.